ഇതാണ് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്. ചെയിൻ ക്ലീൻ ചെയ്യുന്നത്, ചെയിൻ ലൂബ്. അന്നേരം ഇനിയിപ്പോൾ അത് എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബൈക്ക്. അന്നേരം ഇതിൻ്റെ ചെയിനാണ് നമ്മളിപ്പം ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അന്നേരം ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഇത് തുറക്കണം. ഈ നട്ട് ബോൾട്ട് ഇത് തുറക്കുകയും ചെയ്യണം. പിന്നെ ഇവിടെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചെയിൻ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ഇത് കണക്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യരുത്. കാരണം വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വിരൽ ഈ ചെയിൻ്റെ ഇടയ്ക്ക് കുടുങ്ങാൻ സാധ്യതയുണ്ട്. കുടുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വിരൽ അറ്റുപോകും. അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരും. അത് കാരണം നമ്മൾ വണ്ടി ഓഫാക്കിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ഇതിപ്പോൾ ചെയിൻ്റെ ഈ ബോക്സ് ഞാൻ അഴിക്കാൻ പോവാം. ഈ ബോക്സ് അഴിക്കാൻ 10ൻ്റെ ഒരു സ്പാനർ മതി. 10ൻ്റെ സ്പാനർ വേണ്ട. ത്തിൻ്റെ ഒരു സ്പാനർ. അപ്പോൾ ഇതാണ് ആ ബോക്സ് തുറന്നപ്പോൾ ഉള്ള അവസ്ഥ. നല്ല പൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അന്നേരം ഇവനെ നമ്മൾ നല്ല രീതിയിൽ ഇപ്പം ക്ലീൻ ചെയ്യും. ഇതിപ്പം തുറന്ന് ഇനിയിപ്പോൾ അടുത്ത നമ്മൾ തുറക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതാ തുറക്കാൻ പോകുന്നത്. അപ്പം തുറക്കാൻ പോകും. ഇപ്പോൾ ഇതിപ്പം ഇവിടെ തുറക്കാൻ 8 മതി. 8ൻ്റെ സ്പാനർ. ഇതിപ്പോൾ ഈ സൈഡ് ഇവിടെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യും. ഇതിപ്പം ചെയിൻ്റെ കവറ് ഊരി ഇത് കണക്കിപ്പം റെഡിയാക്കി വെച്ചേക്കാം. വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അടിച്ചു കൊടുക്കും. നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് വാങ്ങിച്ച് ഈ ബ്രഷ് നമ്മൾ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. നല്ല ശക്തിക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി. നല്ല രീതി ക്ലീൻ ചെയ്ത് വരും. ഇതിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം പിടിക്കാൻ. കാരണം വെച്ചാൽ കൈ ആ ചെയിൻ്റെ കീഴിലാണ് പോയി കയറിയ വിരൽ മുറിഞ്ഞു പോകും. അന്നേരം അത് കൂടെ സേഫ്റ്റി ആയിട്ട് ചെയ്യുക. അപ്പോൾ ഈ ബ്രഷ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നല്ല രീതി ഹോൾഡ് ചെയ്ത് പിടിച്ചു വെക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാതെ പരമാവധി സൂക്ഷിച്ചും കണ്ട് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വണ്ടി ഓഫാക്കിയിട്ടേ ചെയ്യാവൂ. നല്ല രീതി
ക്ലീൻ ആയിട്ടുണ്ട്. സൂപ്പർ. ഇനി കുറച്ചും കൂടെ അടിച്ചു കൊടുക്കുക. പെതുക്കെ അടിച്ചു കൊടുത്താൽ മതി. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒത്തിരി അടിച്ചു കൊടുത്താൽ വേസ്റ്റ് ആവും. അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ബ്രഷിൽ നമ്മൾ പിടിക്കാൻ പോവാം. വീണ്ടും അഴുക്ക്. ഇപ്പോൾ ബ്രഷ് നമ്മൾ ഈ ചെയിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ വളരെ സേഫ്റ്റി ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആ ചെയിൻ്റെ അകത്തോട്ടൊന്നും കൈ വിരലൊന്നും പോയി പെട്ട് പോലും. വല്ലതും പെട്ടുപോയി കഴിഞ്ഞാൽ കട്ട് ചെയ്തങ്ങ് പോകും. ശകലം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശകലം കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നല്ല സ്ലോയിൽ ഇത് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീർന്നു. ഒന്നും കൂടെ നമ്മൾ കയറ്റുമ്പോൾ സൂക്ഷിക്കണം, സ്ലിപ്പായി പോയി എന്ന് ചെയ്യരുത്. നല്ല രീതി ബ്രഷ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വളരെ പെതുക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വളരെ പെതുക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ മതി. അന്നേരം സ്ലിപ്പായി പോകത്തില്ല. ഞാനിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിപ്പം എക്സ്പീരിയൻസായി. ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ എളുപ്പമാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഒരാളിങ്ങനെ കറക്കി കൊടുത്താൽ മതി, ക്ലീൻ ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെരി ഡേഞ്ചറാണ്. വിരൽ അതിൻ്റെ അറ്റത്തൊന്ന് കയറിപ്പോകരുത്. കയറിപ്പോവാത്ത രീതിയിൽ വളരെ പെതുക്കെ ക്ലീൻ ചെയ്യുക. ഇതിപ്പോൾ അഴുക്ക് കണ്ടോ, അഴുക്ക് ഇറങ്ങിയത് കണ്ടോ അതിനകത്ത്. ചെയിൻ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ബ്രഷിൻ്റെ അവസ്ഥ. നമുക്ക് ഇനി നമ്മൾ വണ്ടി ഓഫാക്കിയിട്ട് തുണി വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യരുത്. കാരണം വെച്ചാൽ വിരൽ ഇതിൻ്റെ ഇടയ്ക്കെങ്ങാനും ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വിരലെല്ലാം അവിടെ അറ്റുപോകും. അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് കണക്ക് വണ്ടി ഓഫാക്കിയിട്ട് ഇങ്ങനെ തുണി വെച്ച് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം ഇത് വെളുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കാണിച്ച് ഞാൻ തരാം. വേണ്ടേ, ഇതിപ്പോൾ ഞാൻ ടയർ തള്ളുന്ന കണക്ക് അങ്ങോട്ട് ബാക്കിലോട്ടേ തള്ളാവും. അന്നേരം ചെയിൻ്റെ ഈ സൈഡ് അങ്ങോട്ട് നമ്മുടെ വിരൽ പോകത്തില്ല.
ക്ലീൻ ചെയ്യുമ്പോൾ വളരെ പെതുക്കെ ഇങ്ങനെ ചെയിൻ ഇങ്ങനെ അനക്കി കൊടുത്തു ഇങ്ങനെ ഓരോ ഭാഗവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ ഇതിൻ്റെ മണ്ണും മണലും എല്ലാം ഇതിൽ നിന്ന് പോയി കിട്ടും. അതിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് വെളുത്ത് വരുന്നുണ്ടോ? പക്ഷെ വണ്ടി ഓഫാക്കിയിട്ടേ ഇത് ചെയ്യാവൂ. ഇങ്ങനെ തുണി വെച്ച് വളരെ പെതുക്കെ, അല്ലെങ്കിൽ എൻ്റെ വിരൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് കട്ടായിപ്പോവും. അതുകൊണ്ട് വണ്ടി ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ക്ലീൻ ചെയ്യാവൂ. ഇതിപ്പോൾ ആണ്ട് ഈ ബോക്സ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഫുള്ളിങ്ങനെ വൃത്തിയാക്കണം. ആണ്ട് ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ. നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ട്, നല്ല രീതിയിൽ തുടച്ചിട്ടുണ്ട്. ആ തുടച്ച തുണിയുടെ കളറ് ഈ ലെവലിലായിട്ടുണ്ട്. ഇതിപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്തിന് നമ്മൾ വിരൽ ഇതിപ്പോൾ ഇങ്ങനെ ബൈക്കിൻ്റെ ബാക്ക് സൈഡിലോട്ട് ടയർ കറക്കണം. അന്നേരം നമ്മുടെ ചെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ വിരൽ ചെയിൻ്റെ ഇടയ്ക്ക് കുടുങ്ങത്തില്ല. ഈ ടയറ് ഇങ്ങനെ ബൈക്കിൻ്റെ ഹാൻഡിൻ്റെ സൈഡിലോട്ട് നമ്മൾ കറക്കി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഈ ചെയിൻ്റെ ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് പോകും. ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ വിരൽ കട്ടായി പോകും. വണ്ടി ഓഫാക്കിയിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. വണ്ടി ഓണാക്കിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വിരലിങ്ങനെ കയറിപ്പോയി വിരൽ കട്ടായി പോയി കഴിഞ്ഞാൽ തുന്നി തയ്ച്ചാൽ പോലും ഇത് പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വണ്ടി ഓഫാക്കിയിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്തിന് ബൈക്കിൻ്റെ ബാക്ക് സൈഡിലോട്ട് ടയർ കറക്കുക. ബാക്ക് സൈഡിലോട്ട് കറക്കുമ്പോൾ ഈ എൻ്റെ വിരൽ ഇട്ടിരിക്കുന്നുണ്ടോ പൊസിഷൻ, ബാക്കിലോട്ട് കറക്കുമ്പോൾ ചെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകും. അന്നേരം വിരൽ അങ്ങോട്ടേക്ക് പോകും. അന്നേരം അത് ശ്രദ്ധിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. നല്ല രീതിയിൽ തുടയ്ക്കുക. തുണി വെച്ച് ഇങ്ങനെ പെതുക്കെ വളരെ സേഫ്റ്റിയോട് കൂടി ഇങ്ങനെ തുടയ്ക്കുക. തുടച്ചിട്ട് കുറച്ചിങ്ങനെ കറക്കുക. കറക്കിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ തുടയ്ക്കുക. തുടയ്ക്കുമ്പോൾ ഈ ചെയിൻ്റെ 4 സൈഡും നമ്മൾ ക്ലീൻ ചെയ്യണം. 4 സൈഡും ഇതുപോലെ വളരെ പെതുക്കെ, ധൃതി വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സേഫ്റ്റിയോട് കൂടി ചെയ്താൽ മതി. നല്ല രീതി തുടച്ചിട്ട് ചെയിൻ ലൂബ്രിക്കേറ്റ് അടിച്ചു കൊടുക്കാവും. പിന്നെ ഈ കണ്ണി കണ്ടോ, ഇവിടെ നമ്മൾ വളരെ പെതുക്കെ ഇതുപോലെ തുടച്ചു കൊടുക്കണം സ്പീഡിന്. അന്നേരം ടയർ കറക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ബൈക്കിൻ്റെ ബാക്ക് സൈഡിലോട്ട് കറക്കുക. അത് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ. ടയർ കറക്കേണ്ടത് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ടയർ കറക്കുന്നത് കൈ ഇങ്ങനെ നോക്കും. കൈ വെച്ചിട്ട് ഇത് കണ്ടോ, വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ബാക്ക് സൈഡിലോട്ട് കറക്കും. ബാക്ക് സൈഡിലോട്ട് കറക്കിയിട്ട് വേണം ചെയിനകത്ത് ക്ലീൻ ചെയ്യാൻ. അന്നേരം അങ്ങനെ ചെയ്യുന്ന സമയത്തിനാണെങ്കിൽ ഈ ചെയിൻ കണ്ടോ മുന്നോട്ടാണ് പോകുന്നത്. അന്നേരം നമ്മുടെ വിരൽ അതിൻ്റെ ഇടയ്ക്ക് പോയി കുടുങ്ങത്തില്ല. ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അന്നേരം ഫുള്ള് നമ്മളിപ്പോൾ ഞാൻ ചെയിൻ നല്ല രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ബ്രഷ് ഉപയോഗിച്ച്. അതിന് ശേഷം തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയിൻ ലൂബ് അടിച്ചു കൊടുക്കുകയാണ്. അന്നേരം നമ്മൾ ജസ്റ്റ്
ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വളരെ പെതുക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ശകലം അടിച്ചു കൊടുക്കുക. അന്നേരം വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് ഇതിൻ്റെ കവർ ഇടാൻ പോവാം. തിരിച്ച് അതാണ് തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഇതിപ്പം 10-ൻ്റെ സ്പാൻഡർ ഇവിടുത്തേക്കിന് യമഹ FCS. അതിൽ 10-ൻ്റെ, ബാക്കിയുള്ള ബൈക്കിൻ്റെ സ്പാൻഡർ എത്ര സൈസെന്ന് എനിക്കറിയില്ല. ഓവർ ടൈറ്റ് ചെയ്യേണ്ട, ഒരു നോർമൽ ടൈറ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് ബാക്ക് സൈഡിലെ കവർ ഇടുമ്പോഴാണ് ചെയ്യേണ്ടത്. ബാക്ക് സൈഡിൽ നമുക്ക് വേണ്ടുന്നത് 8 വേണ്ടുന്നത്, സ്പാനർ സൈസ്. ഓവർ ടൈറ്റ് ചെയ്യണ്ട. ഓക്കെ, ഫിനിഷ്. ഇതിപ്പോൾ ഫിനിഷ് ചെയ്തതിന് ശേഷം ഉള്ള വർക്കാണ്. ഇതിപ്പം ബ്രഷ് വർക്കെല്ലാം കഴിഞ്ഞ് അന്നേരം ഇതിൽ മൊത്തം വേണ്ട അഴുക്ക് ഇത് കണക്ക് പിടിച്ചിരിക്കുക. അന്നേരം ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്നത് വല്ലു ഡെയിലി കെയർ പ്ലസ് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഓയിൽ പോകും. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.